ഹലോ ഗായ്സ്, എൻ്റെ പേര് അച്ചു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇപ്പൊ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 6 പേരെ നോമിനേറ്റ് ചെയ്തായിരുന്നല്ലോ എവിക്ഷൻ ചെയ്യാനായിട്ട്. എവിക്ഷൻ മാറ്റി ഇപ്പം മിഡ് വീക്ക് സസ്പെൻഷൻ ആക്കിയിട്ടുണ്ട്. സസ്പെൻഷൻ ചെയ്യാനായിട്ട് 6 പേരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ 6 പേർക്കും വേണ്ടിയുള്ള സെക്കൻഡ് ടാസ്ക് ആണ് നടന്നിരുന്നത്. സെക്കൻഡ് ടാസ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ അനുമോള്, നമ്മുടെ അനീഷിനെ ഹെൽപ്പ് ചെയ്യാൻ അനുമോളും ശരത്തും, പിന്നെ നമ്മുടെ ഒനീനെ സപ്പോർട്ട് ചെയ്യാൻ അക്ബറും ഷാനവാസും, അങ്ങനെ ഓരോരുത്തർ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവരുടെ ടാസ്കാണ് നടന്നിരുന്നത്. അപ്പൊ അവരുടെ സെക്കൻഡ് ടാസ്കില് ബിഗ് ബോസ് കൊടുത്തിരുന്നത് ഇത് അവർക്ക് ഫ്രിഡ്ജ് കൊടുക്കും. 6 പേർക്കും ആക്ടിവിറ്റി ഏരിയയിൽ ഫ്രിഡ്ജ് വെച്ചേക്കും. ആ ഫ്രിഡ്ജിൽ കുറേ സാധനങ്ങൾ ബിഗ് ബോസ് കൂട്ടിയിട്ടുണ്ട്. ബാഗ്, ഉപ്പ്, പിന്നെ നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ ഫോട്ടോസ്, അതിന്റെ പ്ലാസ്റ്റിക് സാധനങ്ങൾ, പച്ചക്കറിയുടെയൊക്കെ പ്ലാസ്റ്റിക് പോലത്തെ സാധനങ്ങളില്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ, അതെല്ലാം ബിഗ് ബോസ്, പിന്നെ നമ്മുടെ നാരങ്ങ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ആക്ടിവിറ്റി ഏരിയയിൽ ബിഗ് ബോസ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഫ്രിഡ്ജ് വെക്കാവുന്ന സാധനങ്ങൾ അത്ര എടുത്തോണ്ട് വന്ന് ഫ്രിഡ്ജ് വെക്കുക, അതാ ടാസ്ക് കൊടുത്തേക്കുന്നത്. പക്ഷെ എല്ലാവരും നന്നായിട്ട് ശ്രമിച്ചു കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് എല്ലാവരും തള്ളി കയറ്റി. പനിയുടെ ഒന്നും ഫ്രിഡ്ജ് അടയ്ക്കാൻ പറ്റുന്നില്ല. ബെസറടിച്ചിട്ടും ലാസ്റ്റൊക്കെ പാടോട്ട് കുത്തി തിരികെ പിടിച്ചിട്ട് അതൊരു കണക്കിന് ഫ്രിഡ്ജ് അടച്ചു വെച്ചിരുന്നത്. അപ്പൊ എന്നിട്ട് ബിഗ് ബോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. കാൽക്കുലേറ്റ് ചെയ്തപ്പോ ആ സമയത്ത് നമ്മുടെ അനീഷിനായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അനീഷ് അതിനകത്ത് ഇങ്ങനെ ചെറിയ കുറെ സാധനങ്ങൾ ഇട്ട് വെച്ചേക്കുന്നത്, അതിനകത്തെ സാധനം എല്ലാം എണ്ണി. അപ്പോൾ ട്വിസ്റ്റ് വന്നേക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞു, ഫ്രിഡ്ജില് ബാഗും തലവണ്ണയും നമ്മുടെ പുതപ്പൊന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല. നിങ്ങൾ ഇതൊക്കെയാണോ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളല്ലേ ഞാൻ വെക്കാൻ പറഞ്ഞതെന്ന് ബിഗ് ബോസ് ചോദിച്ചു. അപ്പോഴാണ് ഇവർക്ക് ആ 7ന്റെ പണി, അതിനകത്ത് 7ന്റെ പണി ഉണ്ടായിരുന്നുള്ളവര് വീട്ടുകാർക്ക് മനസ്സിലായത്. അപ്പൊ അങ്ങനെ അവർ ഫ്രിഡ്ജ് വെക്കുന്ന അപ്പം കുറെ പേരൊക്കെ തലവണ്ണയും പുതപ്പും ബാഗൊക്കെ അതിന് ഇടിച്ചു കയറ്റാനൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു. അതൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ എണ്ണി. അപ്പൊ ആ ഇതില് ജയിച്ചത് കുറെ പച്ചക്കറി സാധനങ്ങളൊക്കെ എടുത്തു. നമ്മുടെ ആര്യനൊക്കെ ഓടിപ്പോയി. ബിഗ് ബോസ് പറഞ്ഞ് അതിനകത്ത് വെക്കാൻ പറ്റുന്ന പച്ചക്കറിയുടെ ഒക്കെ പേരെഴുതിയ ബോർഡുണ്ട്, ആ ബോർഡൊക്കെ അതിനകത്ത് വെക്കാം കേട്ടോ. അപ്പൊ ആ ബോർഡൊക്കെ ആര്യൻ ഒരു 10-15 എണ്ണം, 20 എണ്ണം അങ്ങാണ്ട് 16 എണ്ണം അങ്ങാണ്ട് ആര്യൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ നാരങ്ങ, അക്ബറൊക്കെയാന്ന് തോന്നുന്നു, കുറെ നാരങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ടാസ്കിൽ വിജയിച്ചത് നമ്മുടെ അക്ബറും ഷാനവാസും. സെക്കൻഡ് കിട്ടിയിരുന്നത് രനയ്ക്കുമായിരുന്നു സെക്കൻഡ് കിട്ടിയേക്കുന്നത്. രനേനെ ജസയിലും രനയ്ക്ക് വേണ്ടി കളിച്ചിരുന്നത്. അപ്പം അവർക്ക് ഫസ്റ്റ് സെക്കൻഡും കിട്ടി. ഏറ്റവും ലാസ്റ്റത്തെ പൊസിഷനിൽ വന്നിരിക്കുന്നത് നമ്മുടെ അനീഷും ശാരികയാണ് ലാസ്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇപ്പം അതെല്ലാം കഴിഞ്ഞ് അവരങ്ങനെയെല്ലാം പോയി ചോറൊക്കെ കൊണ്ട് ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് നിങ്ങളുടെ കൂടെ പങ്കെടുത്തവരെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പം നമ്മുടെ ഒനിയൻ പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് വേണ്ടി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, അവർ നല്ല അടിപൊളിയായിട്ട് കളിച്ചു, എനിക്ക് ഒരുപാട് സന്തോഷം, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയി. സെക്കൻഡ് വന്ന് ശാരിക വന്നിട്ട് പറഞ്ഞു ബിന്നിയെ കുറിച്ച് പരാതിയുണ്ട്, ബിന്നി രണ്ടാമത് ഓടിച്ചെന്നില്ല. രണ്ടാമത് എടുക്കാനായിട്ട് 100 മാത്രമേ ഓടുള്ളൂ, ബിന്നി ഓടിയിട്ടില്ല. അപ്പൊ ബിന്നി ഓടിയില്ല, ബിന്നിയെ കുറിച്ച് എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ബിന്നി പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല വെച്ചിരുന്നത്, ഞാൻ ഓർത്തിരുന്ന ഒരു വലിയൊരു പെട്ടിയാ ബിന്നിയൊക്കെ ആദ്യം എടുത്തോണ്ട് വന്നത്. എന്നിട്ട് ആ പെട്ടിയിലുള്ള സാധനങ്ങൾ എടുത്തെടുത്ത് ബിന്നി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു. പക്ഷെ ബിന്നി പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയാ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്, എന്നിട്ട് ആ പെട്ടി ആരെയും തട്ടിക്കൊണ്ട് പോകാതിരിക്കാനായിട്ട് ഞാൻ ആ പെട്ടിയിലെടുത്ത് നിന്നാ അപ്പൊ 100 കൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം അങ്ങനെ ചെയ്തത് കാരണം നമ്മുടെ ശാരികയ്ക്ക് ബിന്നിയിൽ സാറ്റിസ്ഫൈ ചെയ്യില്ല, രണ്ടാമത് ഓടിയില്ല. ആദ്യം ഓടി വന്നെടുത്തോണ്ടിരുന്ന സാധനങ്ങൾ എടുത്തോണ്ട് വെക്കുക മാത്രമേ ചെയ്തുള്ളൂ, നമ്മുടെ 100 എടുത്തോണ്ടിരുന്ന സാധനങ്ങൾ എടുത്തു വെച്ചോളൂ, അല്ലാണ്ട് വേറൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരികയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ രണ്ടാമത് വന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള അനീഷാണ് രണ്ടാമത് വന്നത്. അനീഷ് വന്നിട്ട് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ ഇവരിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല ബിഗ് ബോസെ, ഇവരുടെ കഴിവിന്റെ അത്ര ശ്രമിച്ചില്ല, ഇവര് ടാസ്ക് മനസ്സിലാക്കിയില്ല,
അവർ ഫസ്റ്റ് ഇവർക്ക് താക്കോൽ എടുത്തിട്ട് പൂട്ട് തുറക്കുന്ന ടാസ്ക് ആയിരുന്നല്ലോ ഫസ്റ്റ് കൊടുത്തിരുന്നത്. ആ പൂട്ട് തുറക്കില്ല, അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇവരിൽ സംതൃപ്തരല്ല, ഇവര് നന്നായിട്ട് കളിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പത്തേനും അപ്പാനിക്കും നമ്മുടെ അനുവിനൊക്കെ ഇളകിയില്ലേ, ഇട കള്ള ഇട ദുഷ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഇറങ്ങിയ. അപ്പത്തേനും അപ്പാനി പറഞ്ഞു, ബിഗ് ബോസെ ഞങ്ങൾക്ക് അവസരം തരണം, കൂടെ കളിച്ചവർക്ക് അവസരം തരണം, പറയാനായിട്ട് അവസരം തരണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അപ്പാന് വന്ന് പറഞ്ഞു, ഞങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിച്ചു, ഞങ്ങൾ ഒരു താക്കോലിട്ട് ഫസ്റ്റ് ടാസ്കിൽ ഒരു താക്കോലിട്ട് തിരിച്ചിട്ട് ഒരു സെക്കൻഡ് പോലും പാഴാക്കാൻ അടുത്ത താക്കോൽ എടുത്തോണ്ട് വരുന്നുണ്ട്. അത് തുറന്നു കഴിഞ്ഞാലും ഈ സാധനം പോലും ഇടാൻ അനു പെട്ടെന്ന് അതിനകത്തോട്ട് ചാടി അത് കഴിഞ്ഞ് അനു തന്നെ ഇടണ്ട, കയ്യിലും കാലയിലൊക്കെ ഈ മുറിവ് പറ്റാതിരിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്താ അനു തന്നെ ഇടണ്ട, അതിന് ഞാനും കൂടെ അനുവിനെ സഹായിച്ചു എന്നൊക്കെ അപ്പാന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ മാക്സിമം കഴിവിനെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിച്ചു. എന്നിട്ട് ഈ പുള്ളി ഇത്രയും നേരം ഞങ്ങൾ ഒരു കുറ്റത്തല പോയാലും നിങ്ങളുടെ കൂടെ നിൽക്കോളൂ എന്നിട്ട് ഇപ്പം മാറ്റി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അനീഷ് അത് ശരിക്കും മാറ്റി പറഞ്ഞു. അവർ നല്ല ആത്മാർത്ഥതയോടെ കളിച്ചിട്ടാട്ടോ എനിക്ക് തോന്നിയിരിക്കുന്നത്. അവർ നന്നായിട്ട് കളിച്ചു, നല്ല ആത്മാർത്ഥതയോട് കൂടി തന്നെയാട്ടോ അവർ കളിച്ചേക്കുന്നത്. അല്ല അനീഷിനെ തോപ്പിക്കാൻ എന്നുള്ള രീതി അവർ കളിച്ചിട്ടില്ല. അവര് ഇല്ല, അവരുടെ കളി കണ്ടാൽ നമുക്കറിയാം, അവർ മാക്സിമം എല്ലാം ശേഖരിച്ചു വെച്ച് ഇവർക്ക് എങ്ങനെയും ജയിക്കണമെന്നുള്ള രീതിയിലായിരുന്നു അവർ ജയിച്ചു, നമുക്കിനി എങ്ങനെയും ജയിക്കണമെന്നുള്ള രീതിയിൽ അവർ കളിച്ചു. എനിക്ക് തോന്നുന്നില്ല കേട്ടാ അപ്പാനെയും അനുവും അനീഷിനെ തോപ്പിക്കാനായിട്ടാ കളിച്ചെന്ന് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ തോപ്പിക്കാൻ കളിച്ചാലും എന്താ കുഴപ്പം, അതല്ലേ കളി. അപ്പൊ ഇവർക്ക് വേണ്ടി അനീഷിനെ ജയിപ്പിച്ചോളാന്ന് ഒരിടത്ത് എഗ്രിമെന്റ് ഒന്നും ഇല്ലല്ലോ, അവർക്ക് വേണേ അങ്ങനെ കളിക്കാൻ പാടില്ലേ, അതൊക്കെയല്ലേ കളി. ഇതിലൊക്കെ ട്വിസ്റ്റ് വരണ്ട, അനീഷ് മാത്രം ഇങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരുന്നാൽ മതി, ചിലപ്പോ അവരങ്ങ് തോപ്പിക്കാലും കുഴപ്പമൊന്നുമില്ല. അവരെ പിന്നെ എന്തിനാ എടുത്തേക്കുന്നത്, ഇവരെല്ലാരും കളിക്കാനായിട്ട് ഒരു ഗെയിമിന്റെ രീതിയിൽ നോക്കുമ്പോൾ അതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്, തോപ്പിക്കാൻ കളിച്ചാലും കുഴപ്പം. പക്ഷെ അവരുടെ പെർഫോമൻസിൽ എനിക്ക് തോന്നിയില്ല അവർ അനീഷിനെ തോപ്പിക്കാൻ വേണ്ടി കളിപ്പിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. അവർ നല്ല രീതിയിൽ തന്നെ കളിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഭയങ്കര അടിയും വഴക്കും, നീ ഇനി വരില്ലടാ, നീ അടുത്ത ഇതിൽ പുറത്ത് പോകൂടാ, നീ ദൈവം ഉണ്ടെങ്കിൽ നീ പുറത്ത് ഓടി, ഇങ്ങനെ കള്ളന്മാര് ചതിയന്മാര് അധികം നാളെ നിൽക്കൂലടാ എന്നൊക്കെ പറഞ്ഞു. അപ്പാനൊക്കെ പറഞ്ഞ് ശരിക്കും അവർക്ക് ഫെയിൽ, അനുമോക്കൊക്കെ ശരിക്കും ഫെയിൽ. എൻ്റെ അനുമോൾ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കാലയിൽ മുറിവ് പറ്റി, എന്നിട്ട് ഇയാൾ ചോദിക്കാൻ പോലും വന്നില്ല, ഞാൻ ആ മുറിവും കൊണ്ടായിരുന്നേ, ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങിയിട്ട് 3 കോയിൻ എടുത്തു. അപ്പൊ ഇവര് ഫ്രിഡ്ജിന്റെ ഇതിൽ ടാസ്കിൽ ഇവര് ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ എടുക്കാൻ പോയപ്പോ അനീഷ തന്നെ ഇവരോട് പറഞ്ഞത്, അവരങ്ങനെ പലതും ചെയ്യും, പെട്ടി നിങ്ങൾ ആദ്യം എടുത്തോളാൻ അനീഷ തന്നെയായിട്ട് ഇവരോട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇവർ ആദ്യം പോയി അപ്പാനിയൊക്കെ പോയി പെട്ടി എടുത്തു വെച്ചത്, അനീഷ് പറഞ്ഞുകൊണ്ട് മാത്രം അവർ പെട്ടി എടുത്തു വെച്ചത്. അതൊന്നും അനീഷ് ഇപ്പൊ സമ്മതിക്കുന്നില്ല. ഇപ്പൊ മൊത്തം കുറ്റം ഇവർ ടാസ്ക് ഇലക്ടർ മര്യാദയ്ക്ക് വായിക്കാത്തതുകൊണ്ടാന്നൊക്കെ പറയണം. മൊത്തം കുറ്റം ഇപ്പം അനീഷ് ഇവരുടെ മുകളിൽ വെച്ച് ഇവര് കാരണോ തോറ്റേന്ന് പറഞ്ഞു. അനീഷാണല്ലോ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ പോകേണ്ട ആള്, എനിക്ക് പോകേണ്ടതിന്റെ റിസ്ക് കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത്ര റിസ്ക് ഇല്ല. അപ്പൊ അപ്പാനെ നീ പോകൂടാന്ന് അപ്പാനി പറഞ്ഞിട്ടിരിപ്പുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് സംതൃപ്തരല്ലെങ്കിൽ ഇതിനൊരു വഴിയുണ്ട്, നമുക്ക് ഷഫിൾ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ള ടീംസിനെ എല്ലാം ഷഫിൾ ചെയ്യാം. അതിന് സ്റ്റോർ റൂമിൽ മറ്റേ ഒരു പെട്ടി ഇത് ബൗൾ വെച്ചിട്ട് അതിനകത്ത് എല്ലാവരും പേരെഴുതിയിടുക. ഈ നോമിനേറ്റ് ആയ 6 പേരെയല്ല, നോമിനേറ്റ് ആവാത്ത ഇവർക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന 6 പേരും പേരുകൾ എഴുതി ബൗളിനകത്തിട്ടു ഇത് ചെയ്തു. ഓരോരുത്തർക്കും മാറി മാറി കിട്ടി കേട്ടോ. അനീഷിന് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ശൈത്തേനെ നൂറേനെയൊക്കെയാന്ന് തോന്നുന്നു അനീഷിന് കിട്ടിയേക്കുന്നത്. അപ്പൊ അനീഷ് പറഞ്ഞു, നിങ്ങൾ 100% വിശ്വാസം അർപ്പിക്കുന്നു, അതാന്നൊക്കെ പറയാം. അപ്പൊ അപ്പനോ ഇവനെ വിശ്വസിക്കരുത്, ഇവനെ ജന്മം ചെയ്താൽ വിശ്വസിക്കരുതെന്നൊക്കെ അപ്പനീന്ന് പറയുന്നുണ്ട്. ഇവൻ ഇതുപോലെ തല പോയാലും നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് മാറ്റി പറഞ്ഞു കേട്ടാന്നൊക്കെ അപ്പാന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ ടീമിന് ആൾക്കാരെ ബിഗ് ബോസ് ഷഫിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 5 ഗെയിമാണല്ലോ ഉള്ളത്, 3ാമത്തേൽ വരും പറയും. ഇപ്പത്തെ പൊസിഷനിൽ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ അനീഷ. പിന്നെയുള്ള ഗെയിംസിൽ ഫസ്റ്റെങ്കിലും വന്നാൽ മാത്രമേ അനീഷിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനിയും പുറകോട്ട് പോകാൻ അനീഷ് മിക്കവാറും വീട്ടിൽ നിന്ന് പുറത്താവും തോന്നുന്നു. പക്ഷെ അപ്പാനിയുടെ അനുവിന്റെ കാര്യത്തിൽ അവർ ആത്മാർത്ഥമായിട്ടാ ചെയ്തതെന്ന് കേട്ടാ എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അവര് വാഷ്റൂമിന്റെ ഒക്കെ അവിടെ ചെന്ന് പറയുന്നതാണ്, ചേട്ടാ നമ്മളത്ര ആത്മാർത്ഥമായിട്ടല്ലേ ചേട്ടാ കളിച്ചത്, എന്നിട്ട് അയാൾ പറഞ്ഞത് കേട്ടോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനുവും ഒക്കെ പറയുന്നുണ്ട്. അവർക്ക് ശരിക്കും വിഷമമായി കേട്ടോ, അപ്പാനിയൊക്കെ ശരിക്കും വിഷമമായി. അതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ എല്ലാം പിരിഞ്ഞു പോയിക്കോളാൻ പറഞ്ഞിട്ട് ഇവർ അക്ബറും ഷാനവാസാനെ കുറച്ച് ടീംസിൽ സംസാരിക്കുന്ന കൂട്ടത്തില് നമ്മുടെ അപ്പാന് പറയുന്നതാണ്, ഇപ്പം അനീഷ് പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ പെട്ടിയെടുത്തത്, അപ്പൊ ആ സമയത്ത് വേണേ, അതായത് അവരുടെ ടാസ്കിന്റെ സമയത്ത്
ആക്ടിവിറ്റി റൂമിൽ വെച്ച് തന്നെ എനിക്ക് പറയായിരുന്നു, ഇത് ഇവൻ പറഞ്ഞിട്ടാ ഞാൻ എടുത്തത്, ഇവനെ ഞാൻ ഒറ്റ കൊടുക്കാതിരുന്നോണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്നൊക്കെ അപ്പാന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അക്ബർ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ പറയണം, ഇങ്ങനെ മാറുന്നവനെ എന്തിനാ പറയാണ്ടിരിക്കണ്ടേ, ആ സമയത്ത് തന്നെ ഇവനെ കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. ശരിക്കും എനിക്ക് അനീഷ് രണ്ട് രീതി കളിക്കുന്നുണ്ട് കേട്ടോ. അനീഷ് ഒരു പ്രാവശ്യം പറഞ്ഞ അനീഷ് കുറച്ച് കഴിയുമ്പോൾ മാറ്റി പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ ശരിക്കും ഫീൽ ചെയ്തു. അനീഷ് ശരിക്കും മാറ്റി പറയുന്നുണ്ട്. ഗെയിം കളിക്കുന്നുണ്ട്, അത് സത്യം. അനീഷ് ഗെയിം കളിക്കുന്നുണ്ട്. അനീഷ് ഗെയിം കളിക്കുന്നാലും ഇവർക്കും ഗെയിം കളിക്കാൻ പറ്റൂലേ? അതെന്താ? അപ്പൊ അനീഷ് ഒരു തെറ്റ് ചെയ്ത അനീഷ് അത് ഏതെങ്കിലും രീതി അനീഷിന്റെ തെറ്റുകൾ അനീഷ് അത് മറയ്ക്കാൻ നോക്കുന്നുണ്ട് പല രീതിയിലും. ഇവരത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒക്കെ എന്തെങ്കിലും ഒച്ചപ്പാടെടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കോ അനീഷ് അത് ഇച്ചിരി കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ എന്തെങ്കിലും വരുമ്പോൾ അനീഷ് അത് ഭയങ്കര രീതിയിൽ പറഞ്ഞു പെറുക്കി, അത് മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടോട്ടോ. അനീഷ് ഇങ്ങനെ പറയുമ്പോൾ അനീഷിനെ പോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അവർക്കാർക്കും. പിന്നെ വീട്ടുകാർ വലിയ രീതിയിലുള്ള കണ്ടന്റ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അനീഷിന്റെ കണ്ടന്റിൽ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. അനീഷ വീട്ടുകാരെ അനീഷ വീട്ടുകാരെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അവര് തമ്മിൽ കളിച്ചിട്ട് ഒരു പുതിയൊരു കണ്ടന്റ് കൊണ്ടുവരികയൊന്നും ചെയ്യുന്നില്ല. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ലൈവ് അപ്ഡേഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി ലൈവ് മൂന്നാമത്തെ ടാസ്ക് ചിലപ്പോൾ ഇന്ന് കാണും, നാളെ ബുധനാഴ്ച ആയിരിക്കും മറ്റേ സസ്പെൻഷൻ ചെയ്യുന്നത്. സസ്പെൻഷൻ ചെയ്ത് കിട്ടിയ പണിയാണ്. വീട്ടുകാരെ സമ്മതിച്ചാൽ മാത്രം അനീഷിന് അകത്തോട്ട് കയറി വരാൻ പറ്റുള്ളൂ. വീട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞാൽ പോകേണ്ട വരും. അപ്പൊ അതെങ്ങനെയാണെന്ന് അറിയില്ല. ഇനി അതിലും ബിഗ് ബോസിന്റെ വല്ല 7ന്റെ പണിയോ 8ന്റെ പണിയോ 16ന്റെ പണിയൊക്കെ ഉണ്ടോന്ന് അറിയത്തില്ല. ബിഗ് ബോസ് കൊടുക്കുന്ന ഓരോ പണിക്കും നല്ല പണി തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ലൈവ് അപ്ഡേറ്റ് നടന്നേക്കുന്നത്. അപ്പൊ പുതിയ ടാസ്കുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ വരാട്ടോ. ഓക്കെ, ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.